ഞാൻ ആ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഡോക്ടറായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാർക്ക് കുറച്ച് ലുക്കും കാര്യങ്ങളും സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പോൾ ഞാനൊരു യൂട്യൂബർ എന്ന നിലക്ക് എനിക്ക് അല്ലെങ്കിൽ വലിയ 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 ഭയങ്കര ഇതാണ്, എനിക്കങ്ങനെ കിട്ടും ചെയ്യും. പക്ഷേ എന്നെ പൊതുവെ കല്യാണം ആലോചിച്ചിട്ട് വരുമ്പോൾ തന്നെ ഡോക്ടർമാരും ഓക്കെ. അപ്പൊ കേട്ടല്ലോ, നമ്മുടെ സാലുത്താത്തേക്ക് അപ്പൊ കല്യാണം ആലോചിക്കണ്ട. അപ്പൊ ഒരു ചെക്കനെ വേണം. പക്ഷെ ചെക്കനെ വേണമെന്ന് പറഞ്ഞ് നല്ല ആപ്പ് ഇപ്പൊ ചെക്കന്മാരെ ഒന്നും ശാലുത്താത്തേക്ക് വേണ്ട. ശാലുത്താത്തേക്ക് ഡോക്ടർ, എഞ്ചിനീയർമാരെ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഡോക്ടർമാരെയാണ് പുള്ളിക്കാരിക്ക് താല്പര്യം. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലോ നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പിന്നെ നല്ല ലുക്കൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കാര്യം സാലുത്താത്ത അമ്മാതിരി കാര്യം പുള്ളിക്കാരി അത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം എന്താ നമ്മൾ നോക്കണമെങ്കിൽ സാലൂസ് കിച്ചൺ എന്ന് പറഞ്ഞു അത് ഇവര് കുറച്ച് ആളുകൾക്ക് മുന്നേ ആയിരുന്നു ഇവരുടെ ഒരു സംഭവം, അതായത് ഇവരുടെ ഒരു വീഡിയോ വൈറലായത്. ഇവരിങ്ങനെ വ്ളോഗ് എടുക്കുന്നത് എങ്ങനെ വ്ളോഗ് എടുക്കാം എന്നുള്ള രീതിക്കുള്ള ഒരു ഡെഫിനിഷൻ ആയിട്ടുള്ള ഇവരുടെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ഇവരുടെ വൈറലായിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം തന്നെ കണ്ടുപോകാം. നിങ്ങളല്ല ഇന്റെ മുഖത്തേക്ക് അതെങ്ങനെ നിങ്ങളല്ലാതെ പുറത്ത് അങ്ങനെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, നമ്മള് പിന്നെ നമ്മളെ തോട്ടത്തിലെ പറമ്പിലാണ് കേട്ടോ. നോക്കുന്നു ശരിക്കും പറമ്പിന്റെ താഴത്തെ കുറിച്ച് നമ്മളിപ്പോ എന്താണ് ഈ നാരോ തച്ച് അതുപോലെ റൊമ്മൊട്ടാണി നമ്മൾ വാങ്ങിച്ച് ചാരി തൈ ഇതൊക്കെ നമ്മളെ പറമ്പിൽ ഇവിടെ കുഴിച്ചിട്ട് കേട്ടോ. ഫ്രൂട്ടാണ് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കാണിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇതാണ് എല്ലായിടത്തും കാണിച്ചെടുക്കണം. ഇനിയോട്ട് ഈ കൊച്ചിനോടത്തേക്ക് സത്യക്ക്. ഇനിയിപ്പോൾ എവിടെ വെക്കണ്ടമ്മ? ഇനിയിപ്പോൾ എവിടെ? അപ്പം അമ്മ അങ്ങനെ തന്നെ ഈ വീഡിയോ അങ്ങോട്ട് പിടിച്ച് അല്ല അങ്ങോട്ട് ബാക്കിക്ക് ഇങ്ങനെ പിടിച്ച് നീ ആ ഭാഗമല്ലടോ. അന്നെ കാണുന്നത് നിങ്ങളല്ല ഇന്റെ മുഖത്തേക്ക് അതെങ്ങനെ നിങ്ങളല്ലാതെ പുറത്ത് അങ്ങനെ തന്നെ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കാണിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇതാണ് എല്ലാവർക്കും കാണിച്ചെടുക്കണം. ഇനിയോട്ട് ഈ കൊച്ചിനോടത്തേക്ക് സത്യക്ക്. നീ വേറെ അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോ. അപ്പൊ വീടിനകത്തിരിക്കുന്ന പുള്ളിക്കാരിയുടെ മറ്റേ വല്യമ്മേനെയും വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് പുള്ളിക്കാരി വ്ളോഗ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ വ്ളോഗ് എടുത്തിട്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവർ പറഞ്ഞ ആ ഒരു കാര്യങ്ങളായിട്ടല്ല, അതായത് പുള്ളിക്കാരിക്ക് എങ്ങനെ മര്യാദയ്ക്ക്, അതായത് ഫോണൊന്നും ഉപയോഗിച്ച് ശീലമില്ലാത്ത അവരെ കൊണ്ട് ക്യാമറ കൊടുത്തിട്ട് വ്ളോഗ് എടുക്കും, നേരെ പിടിക്കും തിരിച്ചു പിടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലതും മനസ്സിലാവും. എന്നിട്ട് അവരവരുടെ മുഖം കാണിച്ചിട്ട് വ്ളോഗ് എടുത്ത്. അപ്പൊ ഈ ഒരു സംഭവം നല്ല രീതിക്ക് വൈറലായി. അപ്പൊ ഈ ഒരു സംഭവം വൈറലായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ സാലു താത്ത ഇവരെ വെച്ചിട്ട് തന്നെ, അതായത് ഈ വല്യമ്മേനെ വെച്ചിട്ട് തന്നെ ഒരു വീഡിയോ കൂടെ എടുത്ത്. ആ ഒരു വീഡിയോ വൈറലായി. പക്ഷേ അതൊരിത്തിരി വിവാദവുമായി. കാര്യം ഇവരുടെ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് കണ്ടുപോകാം. ഫ്രണ്ട്സ്, നമ്മളെ വല്യമ്മ അടിപൊളിയായിട്ട് നിൽക്കണു. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോടി നിങ്ങൾ. എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാനിതാ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങളെ ഇതിനൊക്കെ പറഞ്ഞോളൂ. അസ്സലാമു എന്നൊക്കെ പറയും. എടുത്താ പോരെ പറയും എന്തെങ്കിലുമൊക്കെ. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ നിങ്ങളെ മുന്നിൽ വന്നിക്കുകയാണെന്ന് പറയും. എല്ലാവർക്കും സുഖം സുഖല്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഓരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ആരുടെന്നൊക്കെ പറഞ്ഞോട്, നോക്കാൻ ആരുടെന്നൊക്കെ പറയും. പിന്നെ മാക്സിമം സഹായിക്കണം എന്ന് പറയും. പറഞ്ഞോട് സഹായിക്കാൻ ആരുമില്ല, എന്തെങ്കിലും കാട്ടിട്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞോട്. എന്നാ വലിയമാക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞോടിങ്ങളേ. ഞാനും ഓളുണ്ട് കുട്ടികളെ മക്കളെ. അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായിച്ചു തന്നാൽ അതൊരു കാര്യത്തിൽ പൊട്ടിയിരുന്നു. അവൾക്ക് തലയില്ല തന്തിയില്ല, അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഞാനും ഓളോട് പറയാം. ഒരു നല്ലൊരു കല്യാണം കല്യാണാലോചന കൊണ്ടുവരുമോ എൻ്റെ കുട്ടിക്ക് കുട്ടിയുടെ പൂതിയുള്ള കല്യാണാലോചന കൊണ്ടുവന്ന് തരുമെന്നൊക്കെ ആ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പൊ പുള്ളിക്കാരിയുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്കാരിക്ക് അവിടെ ആ വീഡിയോനാ നിൽക്കാനായിട്ട് താല്പര്യമില്ല എന്ന്. അതേപോലെ തന്നെ പുള്ളിക്കാരി പേടിച്ചിട്ടാണ് ആ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കണേണ്. അതായത് കല്യാണാലോചന കൊണ്ടുപോയിത്താ, അതേപോലെ സഹായങ്ങൾ കൊണ്ടുതാ എന്നൊക്കെയുള്ള രീതിക്കൊക്കെ പറയിപ്പിക്കണേണ്. അപ്പൊ ഇങ്ങനെ ഈ വീഡിയോ അത്യാവശ്യം വൈറലായി കഴിയുമ്പോഴത്തേക്ക് ഇവർ ടോക്ക് വന്ന്, അതായത് ഇവർ ഈ കല്യാണ ആലോചന കൊണ്ടു തരാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവര് തന്നെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, അതായത് ഇവർക്ക് ഓൾറെഡി ഒരു ഹസ്ബൻഡ് ഉണ്ട്,
അപ്പൊ ആ ഒരു ഓൾറെഡി ഒരു ഹസ്ബൻഡ് ഇരിക്കുക തന്നെയാണ് ഇവർ ഈ വേറെ ഒരു കല്യാണാലോചന കൊണ്ടുതാന്നൊക്കെ വന്നിട്ട് ഈ യൂട്യൂബിനകത്തൊക്കെ വന്നിട്ട് പറയുന്നത്. അപ്പൊ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇവർ പറയുന്നത് അതും കൂടെ കണ്ടു. നിങ്ങള് പിന്നെ എത്ര കൊല്ലായി ചാനൽ തുടങ്ങിയിട്ട്? എന്റെ ചാനൽ നോക്കിയാൽ അറിയാം. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം നിർത്തിച്ചു. ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ നിർത്തിച്ചു. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അത് വേണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ യൂട്യൂബ് ഉണ്ടല്ലോ, ഞാൻ യൂട്യൂബ് ഒന്നും വേണ്ട, ഞാൻ ഇല്ലേ പിന്നെ നോക്കാനേ. അപ്പൊ ആ ഒഴിവാക്കിയതാണ്, നേരത്തെ ഒഴിവാക്കിയതാണ്. ഇപ്പൊ കാലം കഴിയുമ്പോൾ കുറിച്ചിട്ട് ഒന്ന് സമ്മതിച്ചിട്ട് അപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സും കൂടെ നീ കൂട്ടിച്ച് അങ്ങനെ 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അത് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് തുടങ്ങി. പിന്നെ രണ്ടാമത് കാലം പിടിച്ചിട്ട് അല്ലേ, അപ്പൊ അസുഖമായി ക്യാൻസറാണ്. ഹസ്ബൻഡിനോ? എന്റെ ഹസ്ബൻഡ് എവിടെ? അത് അവിടെ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്തോ? അവിടെ എന്താ ജോലിയാ? ചികിത്സയില? അപ്പൊ ആരാ നോക്കണെന്നിട്ട്? കൂട്ടുകാരെ നോക്കണ്ട് തന്നെ. അത് അതിന് പറയണ ഇഷ്ടല്ല, അതാ പറയും ചെയ്തു. ഏയ് അങ്ങനൊന്നുമില്ല, കടപ്പിടൊന്നുമല്ല. എന്നാല് എനിക്ക് നടക്കാന്ന് വെച്ചു കാലിൽ തടുപ്പൊക്കെ ഉണ്ട്. അക്കടെ കിടപ്പിടൊന്നും ആയിട്ടില്ല, 2 കൊല്ലല്ലേ ആവുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? ആകെ 2 വർഷമായി. 6 മാസത്തേനെ കൂടെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ മുന്നേ തന്നെ അസുഖമുണ്ട്. അപ്പൊ ആർക്കറിയപ്പോ അത്. അപ്പൊ നാവ് എന്താണ് അറിയോ, നാവുമ്പോ എന്താണ് പല്ല് തോന്നി, നാവ് സ്റ്റിക്ക്, നാവ് ഞാൻ എന്റെ കുട്ടിനോട് കൂടെ അങ്ങോട്ട് തുറന്നിട്ട് അപ്പൊ പിന്നെ മുറിയായി. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് അത് പിന്നെ എന്തുണ്ടെങ്കിലും പിന്നെ ഒന്നോട് ശരിയാക്കൂലല്ലോ. അപ്പൊ എന്ത് കാര്യം ആക്കൂല, അത് സാരല്ല എന്നുള്ള. അപ്പൊ ഷുഗർ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. ഹസ്ബൻഡിന്റെ വീട് എവിടെ? ഹസ്ബൻഡിന്റെ വീട് എവിടെ? കോട്ടക്കല. അന്ന് കെട്ടിയതാണ്. അന്ന് കെട്ടിച്ചാല് ആദ്യം കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയിരുന്നു. പക്ഷെ നമ്മക്ക് വീടൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്റെ വലിയ ഓക്കെ. അപ്പൊ ഈ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ ഒരു സംഭവം ഒന്നും കൂടെ വിവാദമായിട്ട് കത്തിയത്. കാര്യം ഇവർക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ടെന്ന് ഇവർ ഈ ഒരു ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡിന്റെ വീട് എവിടെയാണ്, അപ്പൊ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ, ഫസ്റ്റ് തന്നെ ഹസ്ബൻഡ് ആദ്യം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായി. അപ്പൊ ആ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായപ്പോഴാണ് കല്യാണം കഴിച്ചത്. അതിനകത്ത് ഏകദേശം 50 സബ്സ്ക്രൈബേഴ്സോളം ഒക്കെ ഉണ്ടായി. അപ്പൊ അത് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞ് ഇനിയിപ്പോ യൂട്യൂബ് ചാനലൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് അത് നിർത്തി. എന്നിട്ട് പിന്നെ ഹസ്ബൻഡ് ഇടയ്ക്ക് വെച്ച് പോയി എന്നുള്ള രീതിക്കൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ഇപ്പൊ ഈ ഒരു ടൈമിനകത്തൊക്കെ നല്ല രീതിക്ക് വിവാദം കത്തിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവും കൂടെ വന്നു. അതിനകത്ത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഇവരുടെ ഒരു വിഷയത്തിനകത്ത് ഇടും. നമുക്കത് കണ്ടു. ഞങ്ങള് അറിയാതെ ഇതാക്കാതെ കല്യാണം പള്ളി കമ്മിറ്റിയില് അങ്ങനെ ഒരു പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ല ആ കല്യാണം കഴിച്ചത്. പക്ഷെ എന്ന് വെച്ചാല് അറിയാത്തൊരു കല്യാണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അത് ഒരു ഇഗ്രിമെന്റ് ആയിട്ട് അതൊരു ഉറപ്പ് തന്നിക്കണെന്ന് വെച്ചാൽ മരണം നോക്കുന്നുള്ളത് മാത്രാട്ടോ, വേറെ ഒന്നുമില്ല. അപ്പൊ പിന്നെ ആ എഗ്രിമെന്റ് അപ്പൊ ഇരിക്കുന്നത് ഒന്നും അറിയാമോ, അതിന് കല്യാണം ഒഴിവാക്കും വേണ്ട, അന്നത് അവിടെ ജീവിച്ചു പോയിക്കോട്ടെ, വേറെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വരക്കോട്ടെ കഴിക്കും. അപ്പൊ അതന്നെ എന്നോട് തുറന്നു പറഞ്ഞു. എന്നുവെച്ചാല് കല്യാണം കഴിച്ചാലും പിന്നെ എനിക്ക് അതിന്റെ സാമീപ്യം കിട്ടും ചെയ്യും, പക്ഷെ അതിന് നോക്കാനും പറ്റും. പക്ഷെ ആ പഴയ സ്നേഹം അത് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് പറയണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. താത്ത പറയും ചെയ്തില്ല 35 വയസ്സുള്ളൂ, നീ കല്യാണം കഴിക്കാനുള്ള പ്രായമല്ലേ? അതല്ല, എന്റെ ജീവിതം അതിന് സന്തോഷമായി പോകണം. പക്ഷെ അതിനൊന്നും കഴിയില്ല. എന്ന് വെച്ചാല് അതിന്റെ അവയവങ്ങളൊക്കെ തളർന്നൊരവസ്ഥയിലാണ്. ഇപ്പൊ 2-3 കൊല്ലായിരെ പൊട്ടിക്കൊട്ടിട്ട് ക്യാൻസറല്ലേ. അപ്പൊ അത് പറയണേ ഒഴിവാക്കിയില്ല, അങ്ങനെ കെട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അത് ഒഴിവാക്കാതെ കേട്ടാ ഞാൻ ഒഴിവാക്കി. അതിന്റെ കാലുമുട്ടോടെ കയറുമുട്ടുള്ള അവസ്ഥയാണ്, 2 കാലിലൂടെ വെളുക്കുന്നത്. അപ്പൊ അത് മാറുന്നുള്ള പ്രതീക്ഷയാണ് കുട്ടികൾക്ക്. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യവും കൂടെ നമുക്കൊരു പുതിയൊരു ഇൻഫോർമേഷനും കൂടെ കിട്ടി. അതായത് ഈ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് ക്യാൻസർ വന്നിട്ട് പിന്നെ അവരെ കാലൊക്കെ പഴുത്ത് കിടക്കുന്നു. അതേപോലെ തന്നെ പുള്ളിക്കാരിയും ഈ ഹസ്ബൻഡുമായിട്ടുള്ള ദാമ്പത്യ ബന്ധമൊന്നും മര്യാദയ്ക്കല്ല പോകുന്നത്. കാര്യം ഹസ്ബൻഡിന് ശാരീരികപരമായിട്ട് പല രീതിക്കുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരിക്ക് ഫിസിക്കൽ നീഡ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ ഒഫീഷ്യലി കല്യാണം കഴിച്ചിട്ടില്ല. ഇവർ ഈ ഹസ്ബൻഡാണ് എന്ന് പറയുമ്പോഴും അവർ ഒഫീഷ്യലി അല്ല കല്യാണം കഴിച്ചേക്കണേ. ഇവർ ഈ പള്ളിയിൽ പോയിട്ടുള്ള കല്യാണം കഴിക്കില്ല, അങ്ങനത്തെ പരിപാടി മാത്രമേ നടന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഒഫീഷ്യലി ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ രജിസ്റ്റർ മാരേജ് അങ്ങനത്തെ പരിപാടി ഇവർ ചെയ്തിട്ടില്ല. അപ്പൊ നോക്കണമെങ്കിൽ ലീഗലി ഇവർ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ എന്നാൽ മതപരമായിട്ട് ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥേനകത്ത് ഇപ്പൊ ഹസ്ബൻഡും പറയുന്നുണ്ടെന്ന്, അതായത് ഇവർക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചോളാൻ പറയുന്നുണ്ടെന്ന്.
അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു കല്യാണം വേറൊരു കല്യാണം നോക്കുന്നതിൽ ഒരിക്കലും തെറ്റിടുന്ന എനിക്ക് തോന്നുന്നില്ല. കാര്യം പലരും ഇപ്പൊ ഇതിന്റെ അടിയിലൊക്കെ വന്ന് കമന്റ് ഇടുന്നൊക്കെ ഉണ്ട്, നിങ്ങളിങ്ങനെ ഒരു ഹസ്ബൻഡ് കെട്ടിയോൻ ഇരുന്നിട്ടാണോ നിങ്ങൾ വേറെ കല്യാണം നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പല രീതിക്കുള്ള തെറിവിളികളും കാര്യങ്ങളൊക്കെ ഇവരുടെ കമന്റ് ബോക്സിനകത്തൊക്കെ നമുക്ക് കാണാം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ. കാര്യം നിങ്ങൾ വെറുതെ ഒരാളെ ചീത്ത പറയുന്നതിന് മുന്നേ അവരെന്താണ് അവർ അനുഭവിച്ചേക്കണത്, അതേപോലെ എന്ത് സിറ്റുവേഷനകത്ത് കൂടെയാണ് അവർ കടന്നു പോകണതും കൂടെ നമ്മൾ നോക്കണം. അപ്പൊ എനിക്ക് ഇതാണ് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പല അടുത്തൊരു വീഡിയോ കണ്ടിരിക്കും.